rocking out, headbang, going out of my mind. Coming hot, going down, picking up, I leave a cradle when I dive. See it from a bird's eye. I'm ready to taste no more nights, so slow pick up the pace. ഓക്കെ, അടുത്ത് നമ്മൾ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ പേജാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് പേജ് ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് അതിൻ്റെ ഫംഗ്ഷൻ എഴുതാം. പ്രൊഡക്ഷനകത്ത് wish.pvക്കകത്ത്. ഓക്കെ, ഇപ്പം ജസ്റ്റ് പ്രൊഡക്റ്റ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ശരിക്കും ഓരോ പ്രൊഡക്റ്റ് പേജ് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് വരേണ്ടത്. അത് തൽക്കാലം നമുക്കൊരു ഡിസൈൻ പെർസ്പെക്റ്റീവിൽ അങ്ങനെ കിടക്കട്ടെ. അത് നേരെ നമ്മൾ urls.pvയിൽ വന്നു. അതിന് വേണ്ടിയുള്ള ഒരു ലിങ്ക് ഇടുന്നു. ശരിക്കും ഓരോ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരേണ്ട ലിങ്കാണത്. അതിന് വേണ്ടിയുള്ള URL ആഡ് ചെയ്യുകയാണ്. പ്രൊഡക്റ്റ് ഡീറ്റെയിൽ എന്നിട്ടു views.list എന്നുള്ളത് മാറ്റിയിട്ട് ലിസ്റ്റ് പ്രൊഡക്റ്റ് മാറ്റിയിട്ട് ഡീറ്റെയിൽ പ്രൊഡക്ട്സ് എന്നാക്കി. നമ്മളിട്ടിരുന്ന ഫംഗ്ഷൻ നെയിം ഇട്ടിരുന്നത് ഡീറ്റെയിൽ പ്രൊഡക്റ്റ് എന്നായിരുന്നു. നമ്മൾ ആ ഫംഗ്ഷൻ നെയിം ഇവിടെ ഇടുന്നു. പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് കോമ ഇവിടെ വിട്ടു ഏതാ use.detail പ്രൊഡക്റ്റ് എന്നാക്കി. ലിസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് മാറ്റിയിട്ട് ഡീറ്റെയിൽ പ്രൊഡക്റ്റ് എന്നാക്കി. ഓക്കെ, അതിനുശേഷം നേരെ നമ്മുടെ ടെംപ്ലേറ്റ്സ് വന്നു. ടെംപ്ലേറ്റ്സിൻ്റെ നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് പേജിൽ നമ്മൾ ജസ്റ്റ് ഒരെണ്ണം മാത്രം പ്രൊഡക്ട്സ് ഡീറ്റെയിൽസ് .html എന്ന് ഇട്ടേക്കുന്നത് റീപ്ലേസ് ചെയ്ത് നമ്മൾ URL ഡീറ്റെയിൽ പ്രൊഡക്റ്റ് എന്തായിരുന്നു നമ്മൾ URLന് കൊടുത്തിരുന്ന നെയിം ഡീറ്റെയിൽ പ്രൊഡക്റ്റ് എന്നാക്കുന്നു. ഓക്കെ, ഡീറ്റെയിൽ പ്രൊഡക്റ്റ് എന്നാക്കി. റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, റിഫ്രഷ് ചെയ്തു. ഓക്കെ, നമുക്ക് അടുത്തായിട്ട് പ്രൊഡക്റ്റ് ഡീറ്റെയിലിൻ്റെ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനു വേണ്ടി വീണ്ടും നമ്മൾ എന്താ പറയുക നമ്മുടെ പ്രൊഡക്ട്സ് പേജ് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഒരു പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ പേര് പ്രൊഡക്റ്റ് ഡീറ്റെയിൽ എന്നാക്കിയേക്കുക. പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ്. ഓക്കെ, നമ്മൾ പേര് കൊടുത്തിരുന്നത് എന്തായിരുന്നു? വ്യൂവിനകത്ത് നമ്മൾ കൊടുത്ത അതേ പേരിൽ തന്നെ. വ്യൂവിൽ നമ്മൾ ചെയ്തിരുന്നത് പ്രൊഡക്റ്റ് ഡീറ്റെയിൽ എന്നാണ്. ആ പേര് തന്നെ നമ്മളൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതേ പേരിൽ തന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് ഡീറ്റെയിൽ .html എന്ന് പറഞ്ഞ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ കണ്ടന്റിനകത്ത് പ്രൊഡക്റ്റ് ലിസ്റ്റ് അല്ല വേണ്ടത്. അതിന് പകരം സിംഗിൾ പ്രൊഡക്റ്റിൻ്റെ കണ്ടന്റാണ് വേണ്ടത്. അത് നമ്മൾ നമ്മുടെ ടെംപ്ലേറ്റിൽ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്തേക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. പ്രൊഡക്റ്റ് ഡീറ്റെയിൽ കണ്ടന്റ് എന്നോ എന്തായാലും പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് കൊടുത്തേക്കാം. സിംഗിൾ പ്രൊഡക്റ്റിൻ്റെ ആയതുകൊണ്ട് പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ .html എന്ന് പറഞ്ഞ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് നമ്മുടെ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ടെംപ്ലേറ്റ്. ടെംപ്ലേറ്റിൽ എങ്ങനെയാണ് കൊടുത്തേക്കുന്നത് നോക്കാം. ഓക്കെ, എന്നിട്ട് ആ ടെംപ്ലേറ്റിൽ ജസ്റ്റ് ആ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ മാത്രം വരുന്ന ആ സിംഗിൾ പ്രൊജക്റ്റ് ഡിസ്ക്രിപ്ഷൻ മാത്രം വരുന്ന ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാം. ഓക്കെ, സിംഗിൾ പ്രൊജക്റ്റ് കണ്ടെയ്നർ എന്ന് പറഞ്ഞൊരു ടാഗാണ് കിടക്കുന്നത്. അത് മാത്രം നമ്മൾ കോപ്പി ചെയ്യുക. ഇൻസ്പെക്ട് ചെയ്യുക, കോപ്പി എലമെൻ്റ് എടുക്കുക.
നമുക്ക് ഏത് എലമെൻ്റ് ആണോ വരേണ്ടത് അവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത്, ഇപ്പോൾ എനിക്ക് ഈ ഒരു പോർഷൻ മാത്രം മതി, അവിടെ മാത്രം കൊണ്ടുവന്നിട്ട് റൈറ്റ് ഇൻസ്പെക്റ്റ് കൊടുത്താൽ മതി. ഇത് മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് ഇൻസ്പെക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്കാവും. പിന്നെ നമുക്ക് അവിടുന്ന് ഓരോ കണ്ടോ ഈ ഓരോ എലമെൻറ്റുകളും നമ്മൾ ബ്ലോക്ക് സെലക്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു സിംഗിൾ പ്രൊജക്റ്റിൻ്റെ ആ പോർഷൻ മാത്രം കോപ്പി എടുത്തു. എന്നിട്ട് അവിടെ കോപ്പി എലമെൻ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. അത് ഞാൻ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന നമ്മുടെ പേജിലേക്ക് പേസ്റ്റ് ചെയ്തു. ഓക്കെ, നേരത്തെ ഇതുപോലെ തന്നെ സ്റ്റാറ്റിക് ലോഡ് ചെയ്യിക്കുന്നു. ലോഡ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ സ്റ്റാറ്റിക് ലോഡ് ചെയ്യിക്കുന്നു. പിന്നീട് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇമേജസ് സ്ലാഷസിൻ്റെ ഒന്ന് റീപ്ലേസ് ചെയ്യുന്നു. സ്റ്റാറ്റിക് ആയിട്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ, അല്ലെ ഇവിടെ ഡോട്ട് ജെപെഗ് ആണ് എക്സ്റ്റൻഷൻ കിടക്കുന്നത്. ആ ഡോട്ട് ജെപെഗ് എക്സ്റ്റൻഷൻ കിടക്കുന്നതിന് നമ്മൾ എൻ ടാഗ് ഉൾപ്പെടെ റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം സേവ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നത് പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ .html ആണ്. ഇത് നമ്മൾ നേരെ നമ്മുടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ പേജിലെത്തി അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ലിസ്റ്റിന് പകരം പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ .html എന്നാക്കി. നമ്മുടെ ഹോം പേജിൽ ഹോം ഉണ്ട്, പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡിസ്ക്രിപ്ഷൻ പേജ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ലോഡായി. ഇനി നമുക്ക് സൈനപ്പ് ലോഗിനൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ടെംപ്ലേറ്റ്സിൻ്റെ വർക്ക് കഴിയും. ഓക്കെ, അടുത്ത നമ്മൾ കസ്റ്റമർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് പേജിലെ ടെംപ്ലേറ്റ്സുകൾ ഏകദേശം എല്ലാം ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത നമുക്ക് കസ്റ്റമറുടെ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ ടെംപ്ലേറ്റിനകത്ത് അവരെങ്ങനെ ചെയ്തതെന്ന് നോക്കാം. ടെംപ്ലേറ്റിനകത്ത് ലോഗിനും രജിസ്റ്ററും ഒരു സിംഗിൾ പേജിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെയല്ല, അതൊരു ടാബായിട്ട് ഇതുണ്ട്, 2 ടാബ് ആയിട്ട് കൊടുത്തേക്കാണ്, സെപ്പറേറ്റ് ടാബായിട്ട് കൊടുത്തേക്കാണ്. കുറച്ചുകൂടെ എളുപ്പം ചെയ്യാവുന്നത്. അത് ശരിക്കും വരുന്നുണ്ട്. ഹോം പേജിൻ്റെ പോലെ തന്നെ ബാനർ വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് അത് ചെയ്തേക്കുന്നത്. നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഇത് തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എക്സ്ട്രാ വരുന്നത് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആ ഒരു ബാനറിൻ്റെ ഒപ്പം ഒരു ഫോം കണ്ടെയ്നർ വെച്ചിട്ട് ചെയ്തേക്കുവാണ് അവർ ചെയ്തേക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ കണ്ടെയ്നറിനകത്ത് മെനു ഇല്ല, അവരുടെ ഒരു ഓക്കെ മെനു എല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ ബാനറിന് പകരം ബാനർ വരുന്ന പേജിലാണ് അവർ ഈ ഒരു അക്കൗണ്ട് പേജായിട്ട് ഇട്ടേക്കുവാണ്. ഓക്കെ, ബാനർ ഇമേജ് ഉൾപ്പെടെ അതൊരു അക്കൗണ്ട് പേജായിട്ട് ഇടുകയാണ് ചെയ്തേക്കുന്നത്. നെയിം ബാർ മെനു കഴിഞ്ഞിട്ട് ശേഷം ഒരു അക്കൗണ്ട് പേജായിട്ട് ഇട്ടേക്കുവാണ്. നമുക്കതുപോലെ തന്നെ ഒരു അക്കൗണ്ട് പേജ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ അതിന് വേണ്ടി നമ്മുടെ യൂസറിനകത്ത് urls.py സ്റ്റാർട്ട് ചെയ്യണം. നമ്മളിതുവരെ യൂസറിനകത്തല്ല, കസ്റ്റമറിനകത്ത്. കാരണം ഇത്രയും നേരം നമ്മൾ ചെയ്തതെല്ലാം വരുന്നത് പ്രൊഡക്റ്റ് പേജിലാണ്. നമുക്കതൊരു ഇനി നമ്മൾ കസ്റ്റമേഴ്സിൻ്റെയാണ് നമ്മുടെ അക്കൗണ്ട് പേജ് വരുന്നത്. അതുകൊണ്ട് urls.py കോപ്പി ചെയ്തിടുന്നു. ഓക്കെ, ഇതിനകത്ത് നമുക്ക് പ്രൊഡക്റ്റ് ലിസ്റ്റ് ഇതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ആകെ വേണ്ടത് അക്കൗണ്ട്സിന് വേണ്ട അക്കൗണ്ടിന് വേണ്ടിയുള്ളതാണ്. അതായത് ലോഗിനും സൈനപ്പ് രജിസ്റ്ററും ചെയ്യാൻ വേണ്ടി കസ്റ്റമർ അക്കൗണ്ട് മാനേജ് ചെയ്യാനുള്ള പേജ്. നമുക്ക് അക്കൗണ്ട് എന്ന് തന്നെ പേരിടാം. നമ്മൾ വ്യൂവിൽ ഫംഗ്ഷൻ എഴുതിയിട്ടില്ല, ഇനി എഴുതണം. തൽക്കാലം ഞാൻ അക്കൗണ്ട് എന്ന് തന്നെ ഒരു ഫംഗ്ഷൻ എഴുതുവാണ്. നെയിമും അക്കൗണ്ട് എന്ന് തന്നെ കൊടുത്തു. ഓക്കെ, വ്യൂവിനകത്ത് വന്നു. വ്യൂവിനകത്ത് ഞാനൊരു ഫംഗ്ഷൻ എഴുതുവാണ്, ഡെഫ് ഷോ അക്കൗണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. അതായത് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയുള്ള പേജാണ് ഷോ അക്കൗണ്ട്.
ആർഗ്യുമെൻ്റ് റിക്വസ്റ്റ്, അതിനുശേഷം റിട്ടേൺ റെൻഡർ HTML കൊടുക്കുന്നത് account.html. ടെംപ്ലേറ്റ്സിനകത്ത് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്തു, account.html. ഓക്കെ, അത് നേരെ നമ്മുടെ ഹോം പേജ് വന്നു. ഹോം പേജ് അല്ല, ഇൻഡെക്സ് പേജ് വന്നു. ഇൻഡെക്സ് പേജിലെ കണ്ടന്റ് നേരെ കോപ്പി ചെയ്തു account.പേജിനകത്ത് ഇട്ടു. ഓക്കെ, ഇനി നമ്മുടെ menu.html-നകത്ത് account.html എന്നുള്ളിടത്ത് ഞാൻ അതിൻ്റെ URL ആക്കി കൊടുത്തു. അത് നേരെ മാറ്റി, കാരണം നമുക്ക് അക്കൗണ്ടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അക്കൗണ്ട് ലോഡ് ചെയ്യിക്കണം. അതിനു വേണ്ടി URL അക്കൗണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. റീഫ്രഷ് ചെയ്യുന്നു. അക്കൗണ്ട് നോട്ട് ഫൗണ്ട് എന്നാണ് വന്നത്. നേരെ നമ്മുടെ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ customer.url അതിനകത്ത് ക്രിയേറ്റ് ചെയ്തെങ്കിലും ഈ customer.url നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടില്ല. അതിനു വേണ്ടി ഞാൻ നേരെ നമ്മുടെ ബ്രോക്കാർട്ടിൻ്റെ urls.py-യിലെത്തി. അതിൽ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടി കോമ ഇട്ടു. ഇതിൽ അക്കൗണ്ട് കസ്റ്റമർ എന്ന് പറഞ്ഞു കൊടുത്തു. പാത്തൊന്ന് അതിനുശേഷം ഞാനിവിടെ customer.url എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, റിഫ്രഷ് ചെയ്യുന്നു. ന്യൂ മൊഡ്യൂൾ നോട്ട് കസ്റ്റമേഴ്സ് എന്നാണ് നമ്മുടെ പേര്, കസ്റ്റമർ അല്ല, കസ്റ്റമേഴ്സ്. ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു. customers.view has no attribute account. ഓക്കെ, ഞാൻ അവിടെ എത്തി. customers.views-ലെത്തി. ഷോ അക്കൗണ്ട് എന്നാണ് നമ്മളിവിടെ ഫംഗ്ഷൻ നെയിം കൊടുത്തത്. urls.py-യിൽ ആ പേര് തന്നെ ഒന്ന് മാറ്റിയിടണം. റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ ഹോമായി പേജായി. അക്കൗണ്ട് പേജ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഹോം പേജ് പോലെ തന്നെ കസ്റ്റമർ അക്കൗണ്ട് ഡിസ്പ്ലേഡ് ആവും. ഇവിടെ ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഇതൊന്ന് നമ്മൾ URL ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് അറിയാൻ വേണ്ടിയാണ് ഇവിടെ ഇപ്പം നമ്മൾ urls.py കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാനിവിടെ ഒരു കസ്റ്റമർ എന്നിട്ടത്. അതിപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു URL ഒന്ന് ഈ ടോപ്പിൽ കാണിക്കുന്ന URLs-ൽ ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് അത് ഇടുന്നത്. അതായത് അക്കൗണ്ടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയറിയാം, ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ ഉണ്ടോ, ഇവിടെ വരുന്ന URL ഉണ്ടോ. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി വെറുതെ പ്രൊഡക്റ്റിൻ്റെ സമയത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വെറുതെ നേരെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് ലിസ്റ്റ്. കസ്റ്റമറെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ URL ഒന്ന് ഡിവൈഡ് ചെയ്ത് കാണാൻ വേണ്ടി ഞാൻ വെറുതെ കസ്റ്റമർ എന്ന് ഇവിടെ ഇട്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ URL-ഉം അതേപോലെ ആയിരിക്കും വരുന്നത്. നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 month സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഹബ്ബുകളിൽ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായാലും IT ഫീൽഡിലൊരു കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. ഓക്കെ, കസ്റ്റമേഴ്സ് URL-നകത്ത് അടുത്ത് വരുന്നത് കസ്റ്റമർ അക്കൗണ്ടിൻ്റെ പേജ് വേണം. അതിന് വേണ്ടി നമ്മൾ നേരെ നമ്മുടെ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുന്നു. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ടെംപ്ലേറ്റിൻ്റെ
ഈ ഒരു എലമെൻറ്റ് ഇൻസ്പെക്ട് ചെയ്യുന്നു. ഇത് ബാനർ ഉൾപ്പെടെയുള്ള എലമെൻ്റാണ്. നമ്മളത് നേരെ കോപ്പി എടുത്തു, ഇത്രയും കോപ്പി എടുത്തു. അതായത് ആ ഒരു അക്കൗണ്ട് പേജ് കോപ്പി എടുക്കുന്നു. അത് നേരെ കോപ്പി എലമെൻ്റ് കൊടുത്തു. അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ നമ്മുടെ പേജിലെത്തി, നമ്മുടെ ടെംപ്ലേറ്റ് പേജിലെത്തി. ടെംപ്ലേറ്റിൻ്റെ അക്കൗണ്ട് പേജിൽ വരുന്നു. അക്കൗണ്ട് പേജിൽ നമ്മൾ ബാനറിനകത്ത് നമ്മൾ ഇതങ്ങ് കോപ്പി ചെയ്തിടുന്നു. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് ഒന്നും കൂടെ ഇടാം. ഞാൻ ജസ്റ്റ് നേരിട്ടങ്ങ് കോപ്പി ചെയ്തിട്ടു. ഇവിടെ പേസ്റ്റ് ചെയ്തു. റിഫ്രഷ് ചെയ്ത് നോക്കാം. ഹൗ ഇറ്റ് ലുക്ക് നൗ. ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിനകത്ത് താഴത്തെ ഹോം പേജ് കണ്ടന്റ് ഒന്നും വേണ്ട, നമുക്ക് വേണമെന്ന് നിർബന്ധമില്ല. അപ്പം വേണമെങ്കിൽ അത് വേണമെങ്കിൽ എടുത്ത് കളയാം. ഓക്കെ, ലോഗിനും രജിസ്റ്ററും. ഓക്കെ, ലോഗിൻ രജിസ്റ്റർ ടാബ്. അപ്പോൾ നമ്മളെന്തോ അവിടെ മിസ്സായിട്ടുണ്ട്, ക്ലിക്ക് ചെയ്തിട്ട് വർക്ക് ആവുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ വീണ്ടും ഇവിടെ എത്തി. ഏതാണ് നമ്മുടെ പേജിലെത്തി, നമ്മുടെ അക്കൗണ്ട് പേജിൽ. ഓക്കെ, ഇതിനകത്ത് അവരുടെ അഡീഷണൽ സ്ക്രിപ്റ്റ്സ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ രജിസ്റ്ററും ലോഗിനും സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ആ സ്ക്രിപ്റ്റ്സ് കൂടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ശരിക്കും നമുക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള ലോഗിൻ അല്ലെങ്കിൽ സൈനപ്പ് ഇതൊക്കെ ശരിക്കും ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഇവർ ഈ ടാബ് ഇങ്ങനെ ഇത് കണ്ട് ലോഗിൻ ഫോം ഇങ്ങനെ ഈ മൂവ്മെൻറ്റിന് ഒരു സ്ക്രിപ്റ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റ്സ് ആണ് നമുക്ക് അവിടെ മിസ്സായത്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ പലപ്പോഴും ഞാനിപ്പോൾ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ അധികം പോവാത്തത് കൊണ്ട് അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ എടുക്കാത്തത് കൊണ്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഇല്ലാതെ നമ്മൾ മാക്സിമം ജാവാസ്ക്രിപ്റ്റ് ഒഴിവാക്കി ചെയ്യാനാണ് നോക്കുക ഇത്. അതുകൊണ്ട് അധികം വരാത്തത്. സാധാരണ ഇതിൽ എപ്പോഴും നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ജാവാസ്ക്രിപ്റ്റ് പലപ്പോഴും ജാവാസ്ക്രിപ്റ്റിന് ഇടതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ആ സ്ക്രിപ്റ്റൂടെ ആഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഇവിടെ ഞാൻ സ്ക്രിപ്റ്റ് ആഡ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ടാബ് മൂവ്മെൻറ്റ് നടക്കാത്തത്. ആ സ്ക്രിപ്റ്റ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് അതുകൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു കാര്യം കൂടെ, അപ്പോൾ നമ്മളുടെ ബ്ലാങ്ക് ഡൈവേറ്റിനകത്ത് സ്ക്രിപ്റ്റിന് വേണ്ടിയുള്ള ഒരു ബ്ലോക്ക് കൂടി ഇട്ടേക്കാം. ഓൾറെഡി നമ്മുടെ സ്ക്രിപ്റ്റിൻ്റെ ഒരു ബ്ലോക്ക് കിടപ്പുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു അഡീഷണൽ സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് കൂടെ വേണമെങ്കിൽ ഇവിടെ റെഡി ഇടാം. ബ്ലോക്ക് എക്സ്ട്രാ സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഇട്ടു. അത് ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ അതായത് എക്സ്ട്രാ സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞൊരു ബ്ലോക്കോടെ ഇതിനകത്തിട്ടു. ഈ എക്സ്ട്രാ സ്ക്രിപ്റ്റ്സ് നേരെ ഞാൻ കോപ്പി എടുത്തു. കാരണം ഇത് ഉദ്ദേശിക്കുന്നത് നമുക്ക് അഡീഷണൽ ആയിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി കിടക്കുന്ന HTML അല്ലാതെ അഡീഷണൽ എന്തെങ്കിലും ജാവാസ്ക്രിപ്റ്റ്, ഇപ്പോൾ ഓൾറെഡി ഇവർ മെനുവിൻ്റെ ഒരു ജാവാസ്ക്രിപ്റ്റ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു. നമുക്കതല്ലാതെ ഈ ഒരു സ്ക്രിപ്റ്റ്സ് കൂടെ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് നേരെ നമ്മൾ നമ്മുടെ അക്കൗണ്ട്സ് പേജിലെത്തി. എന്നിട്ട് എക്സ്ട്രാ സ്ക്രിപ്റ്റ്സിൻ്റെ ഒരു ബ്ലോക്ക് ഇടുന്നു. അതിനകത്തേക്ക് നമ്മുടെ ഈ സ്ക്രിപ്റ്റ്സ് കോപ്പി ചെയ്തെടുക്കുന്നു. സ്ക്രിപ്റ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു സ്ക്രിപ്റ്റ് അങ്ങിടുന്നു. അതായത് ഈ ടോഗിൾ ചെയ്യാൻ വേണ്ടി ഈ ടാബുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ക്രിപ്റ്റ്സ് ഞാൻ ഇതിനകത്ത് പേസ്റ്റ് ചെയ്തിരുന്നു. മെനു ടോഗിളിൻ്റെ അല്ല, ടാബിൻ്റെ സ്ക്രിപ്റ്റ്സ്. ശരിക്കും ഈ മെനു ടോഗിൾ ഉൾപ്പെടെയാണ് ആ സ്ക്രിപ്റ്റ്സ് വരുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താൽ മതി, നമുക്ക് ആ സ്ക്രിപ്റ്റ്സ് കംപ്ലീറ്റ് സെപ്പറേറ്റ് ആക്കി എഴുതാം.
അല്ല സോറി, മെനു ടോഗിളിൻ്റെ സ്ക്രിപ്റ്റ്സ് ഉൾപ്പെടെയാണ് വരുന്നത്. നമുക്ക് അഡീഷണൽ വരുന്ന സ്ക്രിപ്റ്റ്സ് മാത്രം അതിനകത്ത് ആഡ് ചെയ്യും. ടോഗിൾ ഫോമിനുള്ള സ്ക്രിപ്റ്റ്സ്. ഈ 2 ലൈനാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സെക്ഷൻ, ഈ സ്ക്രിപ്റ്റിൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡിസൈനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻസ് ആണ് ഇട്ടേക്കുന്നത്. അവർ ഇതിനകത്ത് എഴുതിയേക്കുന്നത് നമ്മുടെ ലോഗിൻ രജിസ്റ്റർ ഓൺ നടക്കുന്ന ഈ ക്ലിക്ക് ടൈമിൽ ചെയ്തിരിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റൈൽ ട്രാൻസ്ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ആ ബാനർ ഇടാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഇവിടെ ഇട്ടേക്കാം. സ്റ്റാറ്റിക് URL ലോഡ് ചെയ്യിച്ചേക്കാം. സ്റ്റാറ്റിക് ഓക്കെ. ഓക്കെ, ഇവിടെ ലോഡ് സ്റ്റാറ്റിക് കൊടുക്കാത്തതുകൊണ്ടാണ്. ഇത് ഞാനൊന്ന് സെപ്പറേറ്റ് ബ്ലോക്ക് ആക്കുവാണ്, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അക്കൗണ്ട് ബാനർ എന്ന് പറഞ്ഞാൽ ഞാൻ സെപ്പറേറ്റ് ബ്ലോക്ക് ആക്കുവാണ്. accounts.html-നകത്ത് അക്കൗണ്ട്സ് ബാനർ എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ആക്കി ഇതിൽ ഞാൻ ലോഡ് സ്റ്റാറ്റിക് കൊടുക്കുന്നു. ഓക്കെ, ഇനി accounts.html-നകത്ത് ഇത് ഇൻക്ലൂഡ് ചെയ്യിച്ചേക്കുന്നു. ഇൻക്ലൂഡ് അക്കൗണ്ട് ബാനർ കൊടുത്തു. ഓക്കെ, സേവ് ചെയ്തു. ഓക്കെ, ഇപ്പം നമ്മുടെ സൈനപ്പ് ലോഗിനും രജിസ്റ്ററിനും വേണ്ടിയുള്ള പേജ് ആയി. അപ്പം ഇതിനകത്ത് ഈ അക്കൗണ്ട് ബാനറിനകത്ത് അക്കൗണ്ട് ബാനറിനകത്ത് ഞാൻ ആ ലോഗിൻ രജിസ്റ്ററിന് വേണ്ടിയുള്ള കണ്ടന്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഹോമായി, പ്രൊഡക്ട്സായി, അക്കൗണ്ട് പേജായി. ഇനി നമുക്ക് അടുത്തത് കാർട്ടിന് വേണ്ടിയുള്ള പേജാണ്. കാർട്ട് പേജിൽ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് കാർട്ട് എലമെൻറ്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള പേജാണ് കിടക്കുന്നത്. അത് നമ്മൾ നമ്മുടെ ഓർഡേഴ്സ് പേജിലെത്തി. ഇപ്പം നമ്മുടെ കസ്റ്റമറിലെ പോലെ തന്നെ urls.py കോപ്പി എടുത്തു, അത് നേരെ ഓർഡേഴ്സിനകത്ത് കോപ്പി എടുത്തു, പേസ്റ്റ് കൊടുത്തു. ഇതിൽ കാർട്ടെന്ന് പറഞ്ഞ് ഷോ കാർട്ടെന്ന് പറഞ്ഞ് ഒരു ഫംഗ്ഷൻ എഴുതാൻ പോവുകയാണ്. ഞാനത് വ്യൂവിനകത്ത് എഴുതിയില്ല, ജസ്റ്റ് ഇവിടെ സ്പെസിഫൈ ചെയ്തു കാർട്ടെന്ന്. ഓക്കെ, വ്യൂസിലെത്തി. വ്യൂസിൽ നമ്മൾ നേരെ കസ്റ്റമറിൻ്റെ ഷോ അക്കൗണ്ട് പോലെ തന്നെ നമ്മുടെ ഓഡീസിനകത്ത് വ്യൂസിലെത്തി. വ്യൂസിനകത്ത് ഒരു ഫംഗ്ഷൻ എഴുതുവാണ്, ഷോ അക്കൗണ്ട് കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. അത് നേരെ അക്കൗണ്ട് മാറ്റി ഷോ കാർട്ടാക്കി. account.html പകരം ഞാൻ cart.html എന്നാക്കി. നേരെ ഓർഡർ ചെയ്തു. അതിനുശേഷം നമ്മുടെ ടെംപ്ലേറ്റ്സിനകത്ത് ഇതിനോട് ഏറ്റവും മാച്ച് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഡീറ്റെയിൽ ആയിരിക്കും. കാരണം അതിൻ്റെ തന്നെ ഏകദേശം പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഒഴിച്ചുള്ള സംഭവങ്ങളാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് ഞാൻ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ പേജ് കോപ്പി ചെയ്തു. അതിനുശേഷം ഒരു ന്യൂ പേജ് ചെയ്തു, cart.html. ഓൾറെഡി ഒരു cart.html കോപ്പി പേസ്റ്റ് ചെയ്ത് കിടപ്പുണ്ടെന്ന്. ഓക്കെ, കുഴപ്പമില്ല. ആ പ്രൊഡക്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ പേജ് കോപ്പി പേസ്റ്റ് എടുത്തു ആ cart.html-ലേക്ക് ഇടുന്നു. സേവ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ നേരെ നമ്മുടെ മെനുവിനകത്ത് അത് മാറ്റണം. മെനുവിലെത്തി. മെനുവിൽ ആ cart.html എന്നുള്ളത് കാർട്ടെന്നാക്കി. URL വെച്ച് കൊടുത്തു കാർട്ടെന്നാക്കി. ഓക്കെ, ഇത് നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ബ്രോക്കാർട്ടിനകത്ത് എത്തി.
urls.py ചെയ്യുന്നു. കാരണം അതിനകത്ത് കസ്റ്റമർ ഇൻക്ലൂഡ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഓർഡറും ഇൻക്ലൂഡ് ചെയ്യണം. ഇൻക്ലൂഡ് orders.urls ചെയ്തു. കസ്റ്റമേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത പോലെ തന്നെ ഓർഡേഴ്സിൻ്റെ URLസും ഇൻക്ലൂഡ് ചെയ്തു. റിഫ്രഷ് എടുത്തു, കാർട്ടയിൽ ക്ലിക്ക് ചെയ്തു. കാർട്ടയിൽ എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്. നമ്മൾ ഒരു അഡീഷണൽ ഒരു വാല്യൂടെ വന്നു. നേരെ URLs നമ്മുടെ മെനുവിൽ മിസ്റ്റേക്ക് പറ്റിയതാണ്. menus.html വന്നു. നമ്മൾ കാർട്ട് എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ടൊരു 1 കയറി വന്നായിരുന്നു, അത് കളഞ്ഞു. ബാക്ക് പോയി റിഫ്രഷ് ചെയ്തു. ഓക്കെ, ഇപ്പം കാർട്ട് പേജിൽ നമ്മൾ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ കോപ്പി ചെയ്തുകൊണ്ടാണ് അത് ലോഡാവുന്നത്. ഇനി നമ്മൾ നേരെ നമ്മുടെ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ടെംപ്ലേറ്റിനകത്ത് നേരെ നമ്മുടെ ഇൻസ്പെക്ട് എലമെൻറ്റ് കൊടുത്തു. എന്നിട്ട് ആ കാർട്ടിൻ്റെ കണ്ടെയ്നർ മാത്രം കോപ്പി എലമെൻ്റ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഒരു കാർട്ട് ലേഔട്ട്, കാർട്ട് കണ്ടന്റ് ലേഔട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. കാർട്ട് കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ കൊടുത്താൽ മതി. കാർട്ട് കണ്ടെയ്നർ എന്ന് തന്നെ കൊടുത്തേക്കാം. കാർട്ട് കണ്ടെയ്നർ .html എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതിനകത്തേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തു. എന്നിട്ട് അതിൽ നമ്മൾ നേരെ ലോഡ് സ്റ്റാറ്റിക് കൊടുത്തു. നേരത്തെ ഇതുപോലെ തന്നെ ഇമേജസിൻ്റെ സ്റ്റാറ്റിക് വെച്ച് റീപ്ലേസ് ചെയ്യുക. JPEG ഇവിടെ കിടക്കുന്നത് JPEGൻ്റെ ഇമേജസിനെ നമ്മൾ സ്റ്റാറ്റിക് കീവേഡ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. അതുപോലെ തന്നെ JPEG എക്സ്റ്റൻഷനെ നമ്മൾ റീപ്ലേസ് കൊടുക്കുന്നു. അതായത് സ്റ്റാറ്റിക് എൻഡ് ടാഗ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, സേവ് ചെയ്യുന്നു. ഇനി നമ്മൾ നേരെ ഈ കാർട്ട് കണ്ടെയ്നർ ഇൻക്ലൂഡ് ചെയ്യുവാണ് നമ്മുടെ cart.html-നകത്ത്. ഓക്കെ, റിഫ്രഷ് ചെയ്യുന്നു. അക്കൗണ്ടായി, പ്രൊഡക്ട്സായി, കാർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ, കാർട്ട് കണ്ടെയ്നർ എത്തി. അതായത് നമ്മുടെ ഐറ്റം ഇതിവിടെ ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു ബട്ടൺ കൂടെ ആഡ് ചെയ്യാം. നമുക്ക് ചെക്കൗട്ട് ബട്ടൺ വേണമെങ്കിൽ കൺഫേം ഓർഡർ എന്നോ ചെക്കൗട്ട് എന്നോ ഒരു ബട്ടൺ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ അതോടെ ഈ കാർട്ട് കണ്ടെയ്നറിനകത്ത് ഓൾറെഡി ഇപ്പോൾ ഇത്ര എലമെൻ്റ് ഉണ്ട്. ഇതിനകത്ത് നമുക്കൊരു അഡീഷണൽ ടേബിളിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ബട്ടണോട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇതിൽ നമ്മൾ കൺഫേം ഓർഡർ എന്നോ എന്തെങ്കിലും ഒരു ബട്ടൺ ഉണ്ടെങ്കിൽ നമ്മൾ ആ കൺഫേം ഓർഡറിൻ്റെ ബട്ടണോട് ഇവിടെ ആഡ് ചെയ്യാം. ടേബിളിൻ്റെ ലാസ്റ്റ് റോ ആയിട്ട് ഒരെണ്ണം കൊടുത്തു. അതിനകത്തൊരു TD ഇട്ടു. ഇതിപ്പോൾ പോയിരിക്കുന്നത് കോളം സ്പാൻ 2 കൊടുത്തു. അടുത്ത TDയിൽ നമ്മളൊരു ബട്ടൺ ആഡ് ചെയ്യുന്നു.
ഓക്കെ, ഇത് തൽക്കാലം നമുക്ക് പിന്നീട് അതിൻ്റെ സ്റ്റൈലൊക്കെ ചെയ്യാം. തൽക്കാലം വെറുതെ കൺഫേം എന്ന് പറഞ്ഞ് കിടക്കട്ടെ. ഹോം ബട്ടൺ പ്രൊഡക്ട്സ് അക്കൗണ്ട്സ്. ഓക്കെ, ഇപ്പം നമ്മുടെ ലേഔട്ട് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് ഹോമായി പ്രൊഡക്റ്റ് ആയി. ഓക്കെ, ഇനി ചെക്കൗട്ട് പേജ് ഉണ്ട്. അത് നമ്മൾ ചെയ്യുന്ന നെക്സ്റ്റ് ഇതിനകത്ത് ചെയ്യാം. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് പ്രൊഡക്റ്റിൻ്റെ സെക്ഷൻ ആയിരിക്കും, പ്രൊഡക്റ്റ് മോഡ്യൂളിൻ്റെ സെക്ഷൻ ആയിരിക്കും. അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം. ഓക്കെ.